ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബേക്കറികളിലൊക്കെ കിട്ടുന്ന പോലത്തെ ചിക്കൻ ബ്രെഡ് എങ്ങനെയാണ് ഈസി ആയിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇത് കാണാനും കഴിക്കാനും അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ചിക്കൻ ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിൻ്റെ ബ്രെഡിൻ്റെ ഡോവ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈസ്റ്റ് ഒന്ന് പ്രൂഫ് ചെയ്യാനായിട്ട് വെക്കാം. അതിനായിട്ട് ഞാനൊരു 1/4 കപ്പ് പാലിലേക്ക് ഒരു 3 ടീസ്പൂണോളം ഷുഗർ ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ ഈസ്റ്റും ഇട്ട് അതൊന്ന് 10 മിനിറ്റോളം ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. ഈ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് ഡയറക്റ്റ്ലി ഇതിൻ്റെ അകത്ത് എല്ലാം മിക്സ് ചെയ്താൽ മതി. ഞാനിത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 3 കപ്പോളം ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദയും 2 ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡറും ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പും 1 ടീസ്പൂൺ ഓയിലും 1 മുട്ടയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെറിയ ചൂടുള്ള പാലോ ചെറിയ ചൂടുള്ള വെള്ളമോ ചേർക്കാം. പാൽ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക്. ഞാൻ പാലിലാണ് ഈസ്റ്റ് പ്രൂഫ് ചെയ്യാനായിട്ട് വെച്ചത്. നിങ്ങൾക്ക് പാൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്താലും മതി. ആവശ്യത്തിന് പാലോ വെള്ളമോ ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം ഓയിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇതൊന്ന് പൊങ്ങാനായിട്ട് വെക്കണം. ഇനി ചിക്കൻ്റെ സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ 2 പീസ് ഓഫ് ചിക്കൻ ബ്രസ്റ്റ് ഇതുപോലെ ഉപ്പും മഞ്ഞളും ഇട്ട് ഒന്ന് ബോയിൽ ചെയ്ത് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 1 ഒണിയൻ ചെറുതായിട്ട് അരിഞ്ഞതും, മല്ലിയില, 1 ടീസ്പൂണോളം ചിക്കൻ മസാല, പെപ്പർ പൗഡർ, ഗരം മസാല, 1 ടീസ്പൂൺ മൈദയും 1 ടീസ്പൂൺ ബട്ടർ എടുത്തിട്ട് ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒനിയൻ ഇട്ട് കൊടുക്കുവാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം. ഞാൻ ഇതിൻ്റെ അകത്ത് ചിക്കൻ ഉപയോഗിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് ചിക്കന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീറ്റ് ഉപയോഗിക്കാം. ഇനി ചിക്കൻ കഴിക്കാത്തവരാണെങ്കിൽ ചിക്കന് പകരം പനീറോ വെജിറ്റബിൾസ് ഏതെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 1 ടീസ്പൂണോളം ചിക്കൻ മസാലയും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പെപ്പർ പൗഡറിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂണോളം മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്ത് നമ്മൾ വൈറ്റ് സോസിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് ഒന്ന് കരിഞ്ഞൊന്നും പോകാതെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂണോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പോർഷനൊക്കെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇത് സ്റ്റഫിങ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കവും നമ്മൾ കുക്ക് ചെയ്ത് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഒറിഗാനോയും 1 പിടി മല്ലിയിലയും ചേർക്കുന്നുണ്ട്. ഇതോടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. ഉപ്പും എരിവും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതോടെ ചേർത്തൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ സ്റ്റഫിങ് റെഡിയാണ്. എനിക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവ് അത് റെഡിയായി വന്നിട്ടുണ്ട്. അത് ഒന്നുകൂടെ ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ നിങ്ങൾക്കിത് വലിയൊരു ഒറ്റ ബ്രെഡായിട്ടോ അല്ലെങ്കിൽ ചെറിയ ചപ്പാത്തികളുടെ ബോളുകൾ പോലെ ആക്കിയിട്ട് അതുപോലെ ചെറിയ ചെറിയ ബ്രെഡുകളായിട്ടോ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മിഡിലിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റഫിങ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെ സ്റ്റഫിങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് തന്നെ അത് നടുക്കോട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിൽ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചീസ് ഇടാം. പിള്ളേർക്കൊക്കെ ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് മോസറല്ല ചീസ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതൊന്ന് കുറച്ചുകൂടി ഫ്ലേവേർഡ് ആക്കാനായിട്ട് 1 ടീസ്പൂണോളം ഒറിഗാനോയോ ഇറ്റാലിയൻ സീസണിങ്ങോ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം പെപ്പർ പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടെ അതിന് മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 സൈഡിൽ നിന്നും ഈക്വലി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. വീതി കുറച്ച് ഇതുപോലെ കട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെയ്ഡ് ചെയ്ത പോലെ എടുക്കുമ്പം അതിന് കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഇതുപോലെ ഞാൻ ഇത് മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ബ്രെയ്ഡ് ചെയ്തെടുക്കണം. ഇതുപോലെ ആ എഡ്ജിലുള്ള വശം നമ്മൾ സ്റ്റഫിങ് ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് കവർ ചെയ്തത്. ഇനി ഇതിൻ്റെ ഓരോ കട്ടിങ്ങും ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്ത് ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ ഇത് ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ ഓവൻ ഒരു 350 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓവനിലല്ല ചെയ്യുന്നുണ്ടെങ്കിൽ കേക്ക് സെറ്റപ്പിന് പ്രീഹീറ്റ് ചെയ്യുന്ന പോലെ സ്റ്റൗ ടോപ്പിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 മുട്ട ബീറ്റ് ചെയ്തത് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും പുരട്ടി കൊടുക്കുന്നുണ്ട്. നമ്മളത് ബേക്കൊക്കെ ചെയ്ത് വരുമ്പം അതിനൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഞാൻ ബ്ലാക്കും വൈറ്റും എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഓവൻ പ്രീഹീറ്റഡ് ആയിട്ടുണ്ട് 350 ഡിഗ്രിയിൽ. ഇത് ഞാൻ ഒരു 21 to 23 മിനിറ്റ്സോളം ബേക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ബ്രെഡ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സ്റ്റഫിങ് നിങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ചിക്കൻ ബ്രെഡ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.